എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൃപ തോന്നണം എന്ന് ഉള്ളവനോട് ദൈവം കൃപ തോന്നും. ദൈവത്തിന് കരുണ തോന്നണം എന്ന് ഉള്ളവനോട് ദൈവം കരുണ തോന്നും. ദൈവത്തിന് ദയ തോന്നണം എന്നുള്ളവളോട് ദൈവത്തിന് ദയ തോന്നും. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരിക്കൽ ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടൻ ഗെരിഹോവിൽ ഭിക്ഷ യാചിച്ചു നടക്കുക. അവനവിടെ ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുക. അവൻ ദൈവത്തെ നോക്കി നിലവിളിച്ചു. അവന് കണ്ണ് കാണത്തില്ല, അവന് കാത് കേൾക്കാം, അവൻ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൻ അറിയാം യേശുവിനെ വിളിച്ചാൽ, യേശുവിൻ്റെ വിളി കേട്ടാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നിലവിളി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്, അല്ലേ? എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവൻ്റെ നിലവിളിയുടെ ശബ്ദത്തിൽ യേശു നിന്നു. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ അടുക്ക് വിളിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുവാനാ ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നിസ്സഹായരായിരിക്കുന്ന വിഷയങ്ങളിലും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും, നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്ന കാര്യത്തിലും ദൈവം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. മോളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? മോനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അങ്കിളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഏത് മേഖലയിലാണ് എൻ്റെ കരം ചലിക്കേണ്ടത്? ഏത് വിഷയത്തിലാണ് എൻ്റെ കരം വെക്കേണ്ടത്? ഏത് വ്യക്തിയോടാണ് ഞാനൊരു വാക്ക് കൽപ്പിക്കേണ്ടത്? ആരെയാണ് ഞാൻ നോക്കേണ്ടത്? ആരുടെ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്? എവിടെയാണ് എൻ്റെ ഒരു ഇടപെടൽ നീ ആഗ്രഹിക്കുന്നത്? എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചെങ്കിൽ, കർത്താവേ നീ ഒന്ന് കൈവെച്ചെങ്കിൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകുമായിരുന്നു. കർത്താവേ നീ ഒന്ന് തൊട്ടെങ്കിൽ അവൻ്റെ കണ്ണ് തുറക്കുമായിരുന്നു. കർത്താവേ നീ ഒന്ന് തുറന്നെങ്കിൽ ആ ലുദിയായുടെ ഹൃദയം തുറക്കുമായിരുന്നു. കർത്താവേ, നിന്റെ ഒരു ഇടപെടൽ സംഭവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടലും ഒരു വലിയ മാറ്റം സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവിനോട് കരങ്ങൾ ഉയർത്തി പറ, അപ്പാ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്റെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ചില ഹിൻഡ്രൻസുകൾ മാറിക്കിട്ടേണ്ടതിന്, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരേണ്ടതിന് എന്നോട് കൃപ തോന്നുന്നൊരു പകലാക്കി തീർക്കണമേ. ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ കേൾക്കണമേ. എൻ്റെ കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ നിന്റെ കരം ചലിക്കണമേ. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നീ വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ പറയുന്ന, കുഞ്ഞെ, എനിക്ക് നിന്നോട് ദയയുണ്ട്, എനിക്ക് നിന്നോട് കരുണയുണ്ട്. അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് കരുണ കാണിച്ച് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന നല്ല ദൈവമാ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ മറ്റാർക്കും കഴിയത്തില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നെ തടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. എൻ്റെ സാന്നിധ്യം നിനക്കെത്താൻ പറ്റാത്ത മേഖലകളിലും, നിനക്കിടപെടാൻ കഴിയാത്ത സാഹചര്യത്തിലും ഞാൻ വേഗത്തിൽ ഇറങ്ങി വന്ന് പ്രതിക്രിയ നടത്തി നിന്റെ വിഷയത്തിന് ഉത്തരം തരുന്ന കരുണാമയനായ കർത്താവാണ്. അവനത്രേ ഞാൻ പ്രസംഗിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു. Nothing is impossible with our God Jesus.